ദിലീപിനെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒന്നും കളക്ഷനെ ബാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ശരി ഏത് തെറ്റ് ഏതെന്ന് നല്ലവരായ നമ്മുടെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. എനിക്കിതാണ് പറയാനുള്ളത്. പിന്നെ സിനിമ വേറെ, മറ്റൊരു പേഴ്സണൽ കാര്യങ്ങൾ വേറെ. അത് സിനിമയെ ബാധിക്കുന്നില്ല. സിനിമയെ ഇഷ്ടപ്പെടുന്ന, കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ശരി ഏത് തെറ്റ് ഏതെന്ന് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. അത് വൻ വിജയമാക്കാൻ തന്നെ സാധിക്കും. അത് 100% ഉറപ്പാണ്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു മനുഷ്യൻ ഇന്ന് സമൂഹത്തിൽ മാതൃക തന്നെയാണ്. അതിന് ഏതൊരു മാറ്റവും ഇല്ല. സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ അത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റ് ചെയ്ത ഒരു വ്യക്തി അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ശിക്ഷ കേൾക്കേണ്ടതാണ്, അത് അനുഭവിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ളത് കുറച്ച് ആൾക്കാർക്ക് അദ്ദേഹത്തിന് എന്താണ് അതിനെ കുറിച്ചിലാക്കണം, അദ്ദേഹം തെറ്റുകാരനാണെന്ന് സമൂഹത്തിൽ ബോധ്യപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് യഥാർത്ഥ സത്യം പുറത്തു വരണം. ഇപ്പം ആര് തന്നെ തെറ്റ് ചെയ്തിരുന്നാലും അവരതിൻ്റെ നിയമത്തോട് തന്നെ മുന്നോട്ട് പോകണം. അത് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം. ഞാനും ഒരു സ്ത്രീയാണ്, ഇന്ന് നാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ആ വ്യക്തിക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കും വരാം. നമ്മളിൽ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് കലാകാരി സ്ത്രീകൾ മുന്നോട്ട് ഇറങ്ങുന്നവരാണ്, ഇനിയും മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അവർക്കും സംഭവിക്കാം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ സിനിമ വൻ വിജയമാക്കി ജനങ്ങൾ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ 100% വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും പുതിയ ഫിലിമിലെ ദിലീപേട്ടനും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും വേണ്ടി ആശംസിക്കുന്നു. സിനിമയുടെ കളക്ഷനെ ബാധിക്കുന്നു തോന്നുന്നില്ല. കാരണം ദിലീപ് എന്നുള്ള രീതിയിൽ മാത്രമല്ല മാർക്കറ്റിംഗ് നടക്കുന്നത്. ഈ മോഹൻലാലിനെ ഓൾറെഡി അവർ റിവീൽ ചെയ്ത് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ ഇപ്പം റിവ്യൂ പറയുന്നവരും ദിലീപിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മോഹൻലാലിൻ്റെ എന്നുള്ള രീതിയിലാണ് പടത്തിന് കയറുന്നത്. അപ്പോൾ കളക്ഷനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് തോന്നുന്നില്ല. പിന്നെ പടം എല്ലാവരും ഈ ആർട്ടിസ്റ്റിനെയും വളരെ ഡിഫറെൻ്റായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്ന ഒപ്പീനിയൻസിൽ കാണുന്നത്. അപ്പോൾ കളക്ഷൻ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. പക്ഷെ ബോയ്ക്കോട്ട് ചെയ്യുന്നതും ബോയ്ക്കോട്ട് ചെയ്യാത്തതും അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നടൻ്റെ മാത്രമല്ലല്ലോ, ഒരു നടൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു സിനിമ ഇതും നടന് കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ലാഭത്തിന് നല്ലൊരു സപ്പോർട്ടും അങ്ങനെ നടന് ബെനിഫിഷ്യലാണത്. അപ്പോൾ ഇങ്ങനൊരു ക്രൈം അലിഗേഷൻ നിൽക്കുന്നൊരു സമയത്ത് ഇപ്പോൾ കോടതി വിധി വന്നാലും തന്നെ നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവർക്കും ബെനിഫിഷ്യലാണ്. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്, നമുക്കതിലധികം ഒപ്പീനിയൻ പറയാനും പറ്റുന്നില്ല.